നമസ്കാരം. ഇടതുപക്ഷത്തിന് ഇതുപോലൊരു തിരിച്ചടി ഇനി കിട്ടാനില്ല. ഭസ്മാസുരന് വരം കിട്ടിയതുപോലെ 9.5 കൊല്ലങ്ങളായി കേരളത്തിൽ താണ്ഡവമാടുകയായിരുന്നു ബഹു പിണറായി വിജയനും കിങ്കരന്മാരും. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടിയത് ചരിത്ര വിജയമാണ്. 100 സീറ്റ്. എങ്ങനെയൊക്കെ അർമാദിച്ചാലും ഭൂരിപക്ഷം കിട്ടുമെന്നുള്ള അമിതമായ അഹങ്കാരമാണ് പിണറായി വിജയനെയും കിങ്കരന്മാരെയും കൊണ്ട് ഇതൊക്കെ ചെയ്യിപ്പിച്ചത്. ഇങ്ങനെയൊക്കെയാണെങ്കിലും ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് ഈ കനത്ത പരാജയം സമ്മാനിച്ചതിൽ പ്രധാന പങ്ക് വഹിച്ചത് 4 പേരാണ്. അതിൽ ഏറ്റവും പ്രധാനി ബഹു പിണറായി വിജയനാണ്. ഇനിയുള്ള 3 പേരെക്കുറിച്ച് വഴിയേ പറയാം. പിണറായി വിജയൻ 2016 മെയ് 25. തിരിഞ്ഞു നോക്കുമ്പോൾ മലയാളികൾ സ്വപ്നത്തിൽ പോലും ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത, അല്ലെങ്കിൽ അവരെ ഭയപ്പെടുത്തുന്ന ഒരു ദിവസമാണിത്. പിണറായി വിജയൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി അധികാരമേറ്റെടുത്ത ദിവസം. പിന്നീട് ഇങ്ങോട്ട് മലയാളികൾ അനുഭവിച്ചത് നരകയാതനകളും കേട്ടുകേൾവിയില്ലാത്ത അഴിമതി കഥകളും സമാനതകളില്ലാത്ത കുടുംബ വാഴ്ചയുമായിരുന്നു. നയതന്ത്ര ചാനലിലൂടെയുള്ള സ്വർണ്ണക്കടത്ത്, ശബരിമലയിലെ യുവതീ പ്രവേശനം, പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ അറസ്റ്റും ജയിൽവാസവും, മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിൽ 4.5 ലക്ഷത്തിൻ്റെ ചാണകക്കുഴി, 42,90,000 പശുത്തൊഴുത്ത്, 46,15,000 രൂപ മുടക്കി നീന്തൽക്കുളം നവീകരണം, കാരണഭൂതൻ റോഡിലിറങ്ങുമ്പോൾ ജനങ്ങളെ വഴിയിൽ തടഞ്ഞിടുന്ന പോലീസുകാർ, 1,05,00,000 മുടക്കി പുതിയൊരു ബസ് വാങ്ങി കൂട്ടുമന്ത്രിമാരെയും കൂട്ടി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നവകേരള സർക്കിട്ട് ബസ്സിൽ ലിഫ്റ്റും പിണറായിക്കിരിക്കാൻ കറങ്ങുന്ന കസേരയും, കരിങ്കൊടി കാണിച്ച് പ്രതിഷേധിച്ചവരെ ഡിവൈഎഫ്ഐ ഗുണ്ടകളും ഗൺമാനും തല്ലിച്ചതച്ചത്, നവകേരള ബസ് കയറാനായി പല സ്കൂളുകളുടെയും മതിലുകൾ തകർത്തത്, കോടിയേരി ബാലകൃഷ്ണന്റെ ഭൗതിക ശരീരം അദ്ദേഹത്തിൻ്റെ അന്ത്യാഭിലാഷം പോലെ തലസ്ഥാനത്ത് പൊതുദർശനത്തിന് വയ്ക്കാതെ പയ്യാമ്പലത്ത് ചിതയെരിഞ്ഞു തീരുന്നതിന് മുൻപ് കുടുംബത്തെയും ശിങ്കിടികളെയും കൂട്ടി വിദേശത്തേക്ക് സർക്കിട്ട്, മകളുടെ മാസപ്പടി, അർഹതപ്പെട്ട നിയമനത്തിന് വേണ്ടി സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമാനതകളില്ലാതെ സമരം ചെയ്ത PSC റാങ്ക് പട്ടികയിൽപ്പെട്ട പുരുഷ വനിതാ CPO ഉദ്യോഗാർത്ഥികൾക്ക് നേരിട്ട അവഗണന, തുച്ഛമായ ശമ്പള വർധനവിനു വേണ്ടി മാസങ്ങളോളം സമരം ചെയ്ത ആശാവർക്കർമാരോടുള്ള അവഹേളനം, വിമർശിക്കുന്നവർക്കും അഴിമതികൾ ചൂണ്ടിക്കാണിക്കുന്നവർക്കുമെതിരെ എടുത്ത കള്ളക്കേസുകൾ, ലക്ഷങ്ങൾ ശമ്പളം കൊടുത്ത് ഉപദേശികളെ നിയമിച്ചത്, കോടികൾ കൊടുത്ത് ഹെലികോപ്റ്റർ മാസ വാടകയ്ക്കെടുത്തത്, കോടികൾ മുടക്കി പാർട്ടി കൊലയാളികളെ രക്ഷിക്കാൻ നിയമ പോരാട്ടം നടത്തിയത്, സ്ഥാനത്തും അസ്ഥാനത്തും പാർട്ടി അടിമകളെ നിയമിച്ചത്, ക്ഷേമ പെൻഷനുകളും തൊഴിലാളി ക്ഷേമ പെൻഷനുകളും അടക്കം സാധാരണക്കാർക്ക് കിട്ടേണ്ട സർക്കാർ ആനുകൂല്യങ്ങൾ മുടങ്ങിയത്, അടിക്കടി കുടുംബസമേതം നടത്തിയ വിദേശ സർക്കിട്ടുകൾ, തനിക്കു വേണ്ടി മാത്രം പ്രായപരിധി മാനദണ്ഡം ഇളവു ചെയ്തതും മരുമകന് മന്ത്രിസ്ഥാനം കൊടുത്തതും, സംസ്ഥാനത്തെ കടം കയറ്റി മുടിപ്പിച്ചത്, ആഭ്യന്തരവും വിദ്യാഭ്യാസവും ആരോഗ്യവും എന്നുവേണ്ട സകല മേഖലകളെയും മുച്ചൂടും മുടിച്ചത്. ഇങ്ങനെ പറഞ്ഞു തുടങ്ങിയാൽ എളുപ്പമല്ല പിണറായി വിജയന്റെ ഭരണപരാജയങ്ങളും അഴിമതികളും തൂർത്തുകളും അക്കമിട്ടു നിരത്താൻ. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന്റെ ചരിത്ര തോൽവിയുടെ 2ാം കാരണക്കാരി കണ്ണൂർ ADM നവീൻ ബാബുവിന്റെ ആത്മഹത്യാ കേസിൽ പ്രതിയായ കണ്ണൂർ മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായ PP ദിവ്യയാണ്. 2024 ഒക്ടോബർ 14 നവീൻ ബാബുവിൻ്റെ യാത്രയയപ്പ് ചടങ്ങിനിടയിലേക്ക് ക്ഷണിക്കാതെ ചെന്ന് കയറി അദ്ദേഹത്തെ സദസ്സിന് മുന്നിൽ വെച്ച് അവഹേളിച്ചത് നീതിമാനായ ഉദ്യോഗസ്ഥനെ കൈക്കൂലിക്കാരൻ എന്നാക്ഷേപിച്ചു PP ദിവ്യ. പിറ്റേന്ന് രാത്രി അദ്ദേഹത്തെ തൻ്റെ ഔദ്യോഗിക വസതിയിൽ മരണപ്പെട്ട നിലയിൽ കാണപ്പെട്ടു. കമ്മ്യൂണിസ്റ്റ് കുടുംബത്തിലെ അംഗമായ നവീൻ ബാബുവിൻ്റെ മരണം പാർട്ടിയെ തന്നെ പിടിച്ചുലച്ചു. ഇടതുപക്ഷ സർവീസ് സംഘടനകൾ തന്നെ വേദിയിലുണ്ടായിരുന്ന ജില്ലാ കളക്ടർ അരുൺ വിജയനും ദിവ്യയ്ക്കുമെതിരെ രംഗത്തു വന്നു. ഈ കേസിൽ ദിവ്യ ജയിലിലായി, പിന്നീട് ജാമ്യത്തിലിറങ്ങി. കേസിന്റെ അന്വേഷണം CBIക്ക് വിടണം എന്നാവശ്യപ്പെട്ട് നവീൻ ബാബുവിൻ്റെ കുടുംബം ഹൈക്കോടതിയെ സമീപിച്ചെങ്കിലും സംസ്ഥാന സർക്കാർ എതിർക്കുകയാണ് ചെയ്തത്. ഇതെല്ലാം അടിയുറച്ച പാർട്ടി അനുഭാവികളുടെ മനസ്സിൽ പോലും അമർഷമുണ്ടാക്കി. ചരിത്ര തോൽവിയുടെ 3ാമത്തെ കാരണക്കാരി തിരുവനന്തപുരം മേയറായിരുന്ന ആര്യ രാജേന്ദ്രനാണ്. കോവിഡ് കാലത്ത് ആറ്റുകാൽ പൊങ്കാല ഇല്ലാതിരുന്നിട്ടും പൊങ്കാലയുടെ മാലിന്യങ്ങൾ നീക്കം ചെയ്തെന്ന് പറഞ്ഞ് തട്ടിയത് ലക്ഷങ്ങൾ. ഇല്ലാത്ത മാലിന്യം നീക്കം ചെയ്ത തൊഴിലാളികൾക്ക് ഭക്ഷണം വാങ്ങിക്കൊടുത്തെന്ന പേരിൽ 42,000 രൂപ. LED കരാർ തട്ടിപ്പിൽ 18 ലക്ഷം രൂപയുടെ അഴിമതി. നികുതി അടച്ച പണം കണക്കിൽപ്പെടുത്താതെയും കണക്കിൽപ്പെടുത്തിയ തുക അക്കൗണ്ടിൽ വരവ് വയ്ക്കാതെയുമുള്ള തട്ടിപ്പ്, കെട്ടിട നമ്പർ അഴിമതി, പട്ടികജാതി ഫണ്ട് തട്ടിപ്പ്, ജാതി തിരിച്ചുള്ള കായികെട്ടിയും, അക്ഷരശ്രീ തട്ടിപ്പ്, മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിൻ്റെ വാഹനവ്യൂഹത്തിൽ സ്വന്തം ഔദ്യോഗിക വാഹനം ഇടിച്ചുകയറ്റിയത്, ഇതൊക്കെ ആര്യ രാജേന്ദ്രനെ ജനങ്ങൾക്കിടയിൽ അഴിമതിയുടെ ആൾരൂപമാക്കി. എന്നാൽ KSRTC ബസ് തടഞ്ഞിട്ട് ആര്യയും ഭർത്താവും ബാലുശ്ശേരി MLAയുമായ സച്ചിൻ ദേവും ആര്യയുടെ സഹോദരനും ഭാര്യയും നടത്തിയ പട്ടിഷോ ആര്യയ്ക്കെതിരെ വലിയ തോതിലുള്ള ജനരോഷമുയരാൻ കാരണമായി. വ്യക്തമായ ദൃശ്യങ്ങൾ ഉണ്ടായിരിക്കെ പ്രതിയാക്കപ്പെട്ട നിരപരാധിയായ ഡ്രൈവർ യദു മലയാളികളുടെ സഹതാപത്തിന് പാത്രമായി.
തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾക്ക് മുൻപാണ് ആര്യയെയും ഭർത്താവിനെയും കുറ്റവിമുക്തരാക്കുകയും ആര്യയുടെ സഹോദരനെ മാത്രം പെറ്റി കിട്ടാവുന്ന വകുപ്പ് മാത്രം ചുമത്തി കന്റോൺമെന്റ് പോലീസ് കോടതിയിൽ കുറ്റപത്രം സമർപ്പിക്കുകയും ചെയ്തത്. ഇതും തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടിയായി. ആര്യ തെരഞ്ഞെടുപ്പിൽ തങ്ങൾക്ക് എത്രമാത്രം ദോഷമാകുമെന്ന് അറിയാമെന്നുള്ളത് കൊണ്ട് തന്നെയാണ് പ്രചാരണത്തിൽ പോലും അവരെ പങ്കെടുപ്പിക്കാതിരുന്നത്. ഫലമറിഞ്ഞതിനു ശേഷം വഞ്ചിയൂർ മുൻ കൗൺസിലർ ഗായത്രി ബാബു ആര്യക്കെതിരെ ചെയ്ത ഫേസ്ബുക്ക് പോസ്റ്റിൽ നിന്നു തന്നെ വ്യക്തമാണ് ആര്യ പൊതുജനങ്ങൾക്ക് മാത്രമല്ല സ്വന്തം പാർട്ടിക്കാർക്ക് പോലും എത്രമാത്രം അനഭിമതയാണെന്ന്. ഇനി നാലാമത്തെയാൾ KJ ഷൈൻ ടീച്ചർ. തന്നെക്കുറിച്ച് അപകീർത്തികരമായ വീഡിയോ പ്രസിദ്ധീകരിച്ചെന്ന് പറഞ്ഞ് പൊതുപ്രവർത്തകനും പ്രതിപക്ഷ നേതാവായിരുന്ന VS അച്യുതാനന്ദന്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയുമായ അഡ്വക്കേറ്റ് KM ഷാജഹാനെതിരെ ഷൈൻ പരാതി നൽകുന്നു. എറണാകുളത്തു നിന്ന് മണിക്കൂറുകൾക്കുള്ളിൽ തിരുവനന്തപുരത്തെത്തിയ എറണാകുളം റൂറൽ പോലീസ് ഷാജഹാന്റെ വസതിയിൽ നിന്ന് അദ്ദേഹത്തെ കസ്റ്റഡിയിലെടുത്തു. ഈ കേസിൽ തലേദിവസം ഷാജഹാനെ എറണാകുളത്തേക്ക് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്ത് വിട്ടയച്ചതിനു ശേഷമാണ് പിറ്റേന്ന് യാതൊരു മുന്നറിയിപ്പുമില്ലാതെ വീട്ടിൽ കയറി കസ്റ്റഡിയിലെടുത്തത്. പോലീസിനെ രൂക്ഷമായി വിമർശിച്ച കോടതി ഷാജഹാന് ജാമ്യം നൽകി വിട്ടയച്ചു. ഇത് ജനങ്ങൾക്കിടയിലുണ്ടാക്കിയ രോഷം ചെറുതല്ല. തോൽവിക്ക് പ്രധാന കാരണക്കാർ ഇവർ 4 പേരാണെങ്കിലും PV ശ്രീനിജനും വീണ ജോർജും AA റഹീമും R ബിന്ദുവും PM ആർഷോയുമൊക്കെ തങ്ങളുടേതായ പങ്ക് ഈ തോൽവിയിൽ വഹിച്ചിട്ടുണ്ട്. ഒരു വിഭാഗത്തെ പ്രീതിപ്പെടുത്താൻ 2 പീഡനക്കേസുകളിൽ പ്രതിയായ വേടനോടൊപ്പം മന്ത്രിമാർ വേദി പങ്കിടുകയും ചലച്ചിത്ര അവാർഡ് കൊടുക്കുകയും ചെയ്തത് ബൂമറാങ് പോലെ തിരിച്ചടിച്ചു. സ്ത്രീ പീഡകരുടെ വളരെ വലിയൊരു പട്ടിക തന്നെ തങ്ങളുടെ പാർട്ടിയിലുള്ളപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലിനെ വേട്ടയാടിയതും തിരിച്ചടിയായി. ഒരു കാര്യം ഉറപ്പാണ്, ഇനിയൊരിക്കലും ഇടതുപക്ഷത്തിന് ഒരു തിരിച്ചുവരവില്ല. ഇപ്പോഴുണ്ടായത് ഭരണവിരുദ്ധ വികാരമാണ്. ബുദ്ധദേവ് ഭട്ടാചാര്യയ്ക്കും ജ്യോതി ബാസുവിനും പശ്ചിമ ബംഗാളിനെ തകർക്കാൻ 33 കൊല്ലങ്ങൾ വേണ്ടിവന്നെങ്കിൽ കേരളത്തെ തകർത്ത് തരിപ്പണമാക്കാൻ പിണറായി വിജയന് അതിൻ്റെ 4/1 സമയം മാത്രമേ വേണ്ടി വന്നുള്ളൂ. പാർട്ടിയിൽ പണ്ടേ ഗുണ്ടകളുണ്ടെങ്കിലും ഇപ്പോഴുള്ളത് ക്രിമിനലുകൾ മാത്രമാണ് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവായിരുന്നു തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നതിനു ശേഷം CPM ഗുണ്ടകൾ പലയിടങ്ങളിലായി നടത്തിയ ആക്രമണങ്ങൾ. തെറ്റുകൾ തിരുത്തി തിരിച്ചു വരുമെന്നാണ് പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദൻ അടക്കമുള്ള നേതാക്കൾ പറയുന്നത്. തെറ്റുതിരുത്തി തിരിച്ചു വരാനുള്ള ഘട്ടമൊക്കെ പണ്ടേ കഴിഞ്ഞു പോയിരിക്കുന്നു എന്നുപോലും തിരിച്ചറിയാത്ത നേതാക്കൾ ഭരിക്കുന്ന പാർട്ടിക്ക് ഇനി എന്തു തിരിച്ചുവരവ്, ഇനി എന്ത് ഉയർത്തെഴുന്നേൽപ്പ്? എല്ലാം ഇതോടെ കഴിഞ്ഞു എന്ന് കരുതി സമാധാനിക്കുക, അത്രയേ ഉള്ളൂ.